മാസപ്പടി കേസിൽ മറുപടി സത്യവാങ്മൂലം നൽകി മുഖ്യമന്ത്രിയുടെ മകൾ വീണ. താൻ വിദ്യാസമ്പന്നയായ യുവതിയാണ്. തന്നെ കേസിൽ പ്രതിയാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ പൊതുതാൽപര്യ ഹർജി തന്നെ ബോധപൂർവം മോശക്കാരിയാക്കി ചിത്രീകരിക്കാനെന്നും വീണയുടെ മറുപടി. വിവരങ്ങളുമായി ഷബ്ന സിയാദുണ്ട്. ഷബ്ന, SFIയുടെ കണ്ടെത്തലുകൾ തെറ്റാണെന്നാണോ വീണ ഇപ്പോൾ പറയുന്നത്? എന്തൊക്കെയാണ് സത്യവാങ്മൂലത്തിൽ പരാമർശമുള്ളത്? അഖില, CBI അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായ MR അജയൻ നൽകിയ ഹർജിയിലാണ് വീണ വിശദീകരണം നൽകിയിട്ടുള്ളത്. വീണയ്ക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള എതിർകക്ഷികൾക്കും ഹൈക്കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. ഇവരിൽ നിന്ന് വിശദീകരണവും ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. വീണ ഈ ഹർജിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിഷേധിക്കുകയാണ്. തൻ്റെ കമ്പനി ബിനാമി കമ്പനിയല്ല, താൻ ഒരു തരത്തിലും ബിനാമി ഇടപാട് നടത്തിയിട്ടില്ല, സുതാര്യമായ ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത്. ആദായ നികുതി വകുപ്പിൻ്റെ റിട്ടേണുകൾ കൃത്യമായി ഫയൽ ചെയ്ത വ്യക്തിയാണ്. താൻ വിദ്യാസമ്പന്നയാണ്, സ്വന്തമായി ബിസിനസ് നടത്തുന്ന യുവതിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ യാതൊരുവിധ ഈ ആരോപണം ഉന്നയിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ തന്നെ ആക്ഷേപിക്കാനാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഈ ഹർജിക്കാരൻ തന്നെ ഹർജിയിൽ പറഞ്ഞിരുന്ന ആരോപണങ്ങൾ ഒന്ന് AKG സെൻറ്ററിനെതിരെയായിരുന്നു. AKG സെൻറ്ററിൽ സുരക്ഷിതമായി പണം നിക്ഷേപിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഇടമാണ് എന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അത്തരത്തിലുള്ള ആരോപണം യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്തതാണ്. മറ്റൊന്ന്, തൻ്റെ ഭർത്താവിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ടാണ്. സ്വത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കൃത്യമായി സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നതാണ്. ആ ആരോപണവും തെറ്റാണ്. തനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ഇത്തരത്തിൽ ഈ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങളിൽ ഒന്നും തന്നെ രേഖകളോ തെളിവുകളോ ഇല്ല. ഒരു രേഖയും തെളിവും ഹാജരാക്കാതെയാണ് ഈ ഹർജിക്കാരൻ ഹർജി നൽകിയിട്ടുള്ളത്. ഇതിൽ പൊതുതാൽപര്യമില്ല, ഹർജിക്കാരനുമായി യാതൊരു ബന്ധവും ഈ ഇടപാടുകൾക്കോ കമ്പനികൾക്കോ ഇല്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വാദം, വിജിലൻസ് കോടതി ഇത്തരത്തിലുള്ള ഒരു ആവശ്യം തള്ളിയിരുന്നതാണ് നേരത്തെ. ഈ വിജിലൻസ് കോടതി ആവശ്യം തള്ളിയിരുന്ന അതേ കാര്യം തന്നെയാണ് CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ളത്. SFIO അന്വേഷണവുമായി താൻ പൂർണ്ണമായും സഹകരിച്ചതാണ്, എല്ലാ രേഖകളും SFIOയ്ക്ക് നൽകിയിരുന്നതാണ്. ഇപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന ഹർജിക്ക് പിന്നിൽ ദുരുദ്ദേശമാണ് എന്നാണ് വീണ വിശദീകരണം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും കോടതിയിൽ വിശദീകരണം നൽകിയിരുന്നു. അദ്ദേഹവും ഇതേ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളായിരുന്നു കോടതിയെ അറിയിച്ചിരുന്നത്. തന്നെ വ്യക്തിഹത്യ നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഹർജി. പൊതുതാൽപര്യ ഹർജി തള്ളണം എന്ന ആവശ്യമാണ് ഇരുവരുടെയും വിശദീകരണത്തിൽ പറയുന്നത്. ഹൈക്കോടതി ഏതായാലും 17-ാം തീയതിയാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഹൈക്കോടതി മുൻപാകെ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് വീണ. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ഷബ്ന.